ഇനിമേലും അനുഗ്രഹിക്കപ്പെട്ട സഭായോഗത്തിൽ പങ്കെടുക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായി സാവകാശം ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ദൈവസഭയിൽ ചില മാസങ്ങൾക്ക് ശേഷം വരുവാൻ കർത്താവ് നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ സൃഷ്ടിക്കുന്ന കർത്താവ് ദാസൻ കുടുംബത്തിനായി സ്തോത്രം. എല്ലാ ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കഴിഞ്ഞ മാസങ്ങളെല്ലാം ഇവിടെ വന്നിട്ട് 8 മാസത്തോളമായി ദേശത്ത് വന്ന് പാർത്ത് കർത്താവിനെ വേല ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ച കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. വീഴാതെ വണ്ണം ഞങ്ങളെ തൻ്റെ മഹിമാസനത്തിൽ കളങ്കമില്ലാത്തവരായി ആഴത്തോടെ നിർത്തുവാൻ കഴിവും ശക്തിയും ബലമുള്ള കർത്താവിന് മഹത്വം നൽകിക്കൊണ്ട് കർത്താവിനെ വേല ചെയ്യുവാനും സ്തോത്രം. ജീവിതത്തിൽ പലതുമായ കഷ്ടങ്ങളുടെ നടുവിലും കർത്താവിൽ ആശ്രയിപ്പാൻ കർത്താവ് നൽകുന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം ചെയ്യുന്ന നല്ല അത് സ്വസാക്ഷ്യങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. സ്തോത്രം ചെയ്യുന്ന ഞാൻ ഓർക്കായിരുന്നു, വളരെ സന്തോഷം തോന്നി. ഒന്ന് ഞങ്ങളിന്ന് വരുമ്പോൾ കഴിഞ്ഞ തവണ നടന്നാണ് വന്നത് സ്തോത്രം. എന്നാൽ ഇന്ന് നടന്നു വരുമ്പോൾ പകുതി വഴിക്ക് ഒരു ഓട്ടക്കാരൻ, പരിചയമുള്ള ഓട്ടക്കാരനെ കണ്ടു. അദ്ദേഹം ഞങ്ങൾക്ക് ബാക്കിയുള്ള പകുതി വഴിക്ക് ലിഫ്റ്റ് വന്നിട്ട് നേരെ പോവുമായിരുന്നു സ്തോത്രം. എന്നാൽ ഹൈന്ദവനാണ്. അദ്ദേഹത്തോടെ ഞാൻ ഇന്നലെ വിളിച്ച് ചോദിച്ചാണ് ഞായറാഴ്ച ഓടുമെന്ന്. അപ്പോൾ പറഞ്ഞില്ല, ഞാൻ ഓടില്ല, ഇന്നത്തെ ദിവസം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഓടുന്നില്ല, ചില കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. പക്ഷേ പുള്ളിക്ക് വേറെ ആർക്കാണ്ട് പൈസ കൊടുക്കാൻ വേണ്ടി പുണ്യക്കാട് ഭാഗത്ത് പോകാനുള്ളതുകൊണ്ട് തന്നെ വരുമായിരുന്നു. എന്നാൽ സ്തോത്രം ഞാൻ ചിന്തിക്കാനപ്പോൾ ഞങ്ങൾ കണ്ട് ഞങ്ങൾ കയറ്റുകയും ചെയ്യുന്നു, പൈസ കൊടുക്കേണ്ടി വന്നില്ല സ്തോത്രം. താൻ പോകുന്ന വഴിക്കായതുകൊണ്ട് സ്വന്തം അങ്ങനെ പോവുമായിരുന്നു സ്തോത്രം. ഒരു ചെറിയ വിഷയമാണെങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഒരു ഒരു പ്രവൃത്തി ചെയ്യുന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടും. താഴേക്ക് ഈ വഴി ഇറങ്ങി വന്നപ്പോൾ ഒരു അമ്മാമെ അന്നമ്മ മരിച്ചുപോയ തോമസ് പാസ്റ്ററിൻ്റെ ഭാര്യയെ പരിചയപ്പെടുവാനും അവരെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു ഹൈന്ദവൻ്റെ ഓട്ടമാണ് അവരെ എന്നും വിളിക്കുന്നതാണെന്ന് തോന്നുന്നു. അയാൾ വന്നിട്ട് അമ്മാമ കയറുവോളം ഞങ്ങളോട് പരിചയപ്പെട്ട് സംസാരിക്കുന്ന സമയം വരെ താൻ കാത്തിരുന്നു. നെറ്റിയിൽ കുറിയോ കൊണ്ട് അമ്മാമയെ കയറ്റി അമ്മാമയ്ക്കും പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾക്കും വരാനുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ പിന്നെയുള്ള ദിവസം ഞങ്ങൾ ഇറങ്ങാൻ വന്ന് പരിചയപ്പെടാമെന്ന് പറഞ്ഞു സ്തോത്രം. അപ്പോൾ വാതിലടച്ചപ്പോൾ അയാൾ എന്നോട് ഹാപ്പി ഓണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഉടനെ പറഞ്ഞു ഞങ്ങൾക്ക് ഓണം ഇല്ല. ഇവിടെ വന്നപ്പോൾ കർത്താവ് ദാസൻ ഓർത്ത എല്ലാ പാസ്റ്റർമാർക്കും ഈ കാലത്ത് കാഴ്ചപ്പാടില്ല. പലരും പറയുന്നു ഓണം നമുക്ക് ആഘോഷിക്കാം എന്ന രീതിയിലാണ് പോകുന്നത്. സോ എന്നാൽ ഹല്ലേലൂയ, അതോടെ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾക്ക് ഓണമില്ലെന്ന് പറയുമ്പോൾ അമ്മാവൻ പറഞ്ഞില്ല, അതിപ്പോൾ എല്ലാവരെയും ഒരു സംഭവമാണല്ലോ എന്ന് പറഞ്ഞ് വണ്ടി അങ്ങോട്ട് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ കർത്താവ് നമ്മൾ ആഗ്രഹിക്കും, നമ്മളിന്ന് കേട്ട വചനവും അതിനെയാണ് അവൻ നമുക്ക് വേണ്ടി വഴി ഒരുക്കുന്നത്. സോ ആ നേരായ പാതയിൽ നിൽക്കാൻ വേണ്ടിയാണ് അവർ ദൈവഭക്തനായി തീരുവാൻ. ആ ദൈവഭക്തി നിമിത്തം നമുക്കെതിരായി അതേ ഈ ലോകത്തിന് മോഹങ്ങൾ, ഈ ലോകത്തിന് ആചാരങ്ങൾ, അതേ ഈ ലോകത്തിൻ്റെ ആ ഉത്സവങ്ങൾ വരുമ്പോൾ അവിടെ സ്വന്തം ധൈര്യത്തോടെ പറയണമെങ്കിൽ ധൈര്യം നൽകുന്ന ദൈവത്തിൽ ആശ്രയവും ധൈര്യം നൽകുന്ന ദൈവത്തിന് ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് സാധിക്കുള്ളൂ. ദൈവത്തെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു, സ്തോത്രം ചെയ്യുന്നത്. അതേ ഹല്ലേലൂയ വചനങ്ങൾക്കായി ദൈവത്തെ സ്തുതി. നേരോടെ നടക്കുന്നവർക്ക് അത് ഒരു നന്മയ്ക്കും അത് മുടക്കമില്ല. അത് മുടക്കം വന്നാലും നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കും എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, സ്തോത്രം ചെയ്യുന്നത്. ഹല്ലേലൂയ. ഞങ്ങൾ ഇന്നലെയും പോയ അതേ യാത്രയിൽ ഞങ്ങൾക്ക് വേണ്ടി അതേ സ്തോത്രം ഞങ്ങൾ ബസ് കാത്ത് നിൽക്കുമ്പോൾ അത് ഏജിയുടെ ഒരു സഹോദരിമാരുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, ക്ഷണിച്ചത്. ആ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഇവിടെ കോഴഞ്ചേരി സഭയിൽ പാസ്റ്ററും ആൻറ്റിയും കൂടി അവർ വണ്ടിയിൽ കാറിൽ വരികയായിരുന്നു. അവർ ഞങ്ങൾ കണ്ട ഉടനെ അവർ വാഹനത്തിൽ ഞങ്ങളെ കയറ്റിയുണ്ടായിരുന്നു സ്തോത്രം. അപ്പോൾ ഞങ്ങൾ കർത്താവ് ഒരുക്കുന്ന വഴികൾക്കായി ദൈവത്തെ സ്തുതിക്കുന്ന മാത്രം. ഏത് വഴിയാണ് നമുക്കറിയില്ല, പക്ഷെ നമുക്ക് വേണ്ടി അവൻ വചനപ്രകാരം വഴികൾ ഒരുക്കിയിട്ടുണ്ട്. അത് വചനം നമുക്ക് വേണ്ടി നാം നടക്കേണ്ട പാത കർത്താവ് നമുക്ക് കാണിച്ച് അത് വചനത്തിൽ എഴുതി തന്നിട്ടുണ്ട് സ്തോത്രം. കർത്താദാസൻ പറയുന്ന യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്ന പോലെ ഞങ്ങൾക്ക് ജ്ഞാനം ഇല്ലെങ്കിൽ ഹല്ലേലൂയ ജ്ഞാനം കുറവാണ്. ഏത് ജ്ഞാനമാണ് അതിനോട് ചേർത്ത് ഞാൻ പറയട്ടെ, മാനുഷിക ജ്ഞാനം മാത്രമല്ല, ഈ ലോകത്തിന് ജ്ഞാനം മാത്രമല്ലല്ലോ സ്തോത്രം, ദൈവിക ജ്ഞാനം. ദൈവത്തിനും വചനം നമ്മൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ ചിലതൊക്കെ നമുക്ക് മനസ്സിലാക്കാത്ത ഒത്തിരി ഭാഗങ്ങളുണ്ട്. എന്നാൽ ദൈവത്തോട് കർത്താവ് അത് ഞാൻ എങ്ങനെ മനസ്സിലാക്കും, അല്ലെങ്കിൽ എന്താ ഞാനത് മനസ്സിലാക്കണം, എൻ്റെ വഴി എന്താണ്, എൻ്റെ കുടുംബത്തിൻ്റെ വഴിയാണ്, മക്കളുടെ വഴി എന്താണ് എന്ന് അങ്ങ് ഞങ്ങൾക്ക് ആലോചന തരണമേ എന്ന് ഹല്ലേലൂയ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ആ വഴി നമുക്ക് വേണ്ടി വ്യക്തമാക്കും സ്തോത്രം. അതേ ഹല്ലേലൂയ സ്തോത്രം. അതേ ഫറോന്റെ അതേ അനുഭവം നമുക്ക് പഠിപ്പിക്കുന്ന ഫറോൻ അതേ അവൻ ഹല്ലേലൂയ ഇസ്രായേൽ മക്കളുടെ വഴി അവരെ പിൻപറ്റി പോയി സ്തോത്രം. അവരെ കൊല്ലുവാൻ ഹല്ലേലൂയ ചെങ്കടൽ മുമ്പിലുണ്ടല്ലോ, അതുകൊണ്ട് അത് ഹല്ലേലൂയ അതിന് മുമ്പിൽ വെച്ച് നമുക്ക് അവരെ കൊന്നുകളയാം എന്നൊരു ചിന്തയോടെയാണ്, മാനുഷിക ചിന്തയോടെയാണ് ഫറോൻ മുമ്പോട്ട് പോയത്. എന്നാൽ ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ഒരു അത്ഭുത വഴി ഒരുക്കി. ഫറോൻ ഒരിക്കലും ചിന്തിക്കാത്ത, ഒരിക്കലും കാണാത്ത, മാത്രമല്ല ഇസ്രായേൽ മക്കൾ
ആലോചന പോലും ചിന്തിക്കാതെ കാണാത്ത ഒരു അത്ഭുത വഴി രണ്ട് കൂട്ടർക്ക് വേണ്ടി, തൻ്റെ ജനത്തിനു വേണ്ടിയും ശത്രുവിന് ദൈവം വഴി തുറന്നു. പക്ഷെ ആ വഴിയിൽ കൂടി തൻ്റെ ജനം മാത്രം പോയുള്ളൂ. അവർ അക്കരെ കടന്ന ശേഷം ഫറോണും അതേ വഴി പിൻപറ്റിയപ്പോൾ അവന് നാശത്തിന് കാരണമായി തീർന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, അവരെ തന്നിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി കർത്താവ് അത്ഭുത വഴി തന്നെയാണ് തുറക്കുന്നത്. ഹല്ലേലൂയ. അതേ ആണ്ടുകൾക്ക് മുമ്പേ തുറന്ന അതേ ആ വഴി ഇന്നും തൻ്റെ ജനത്തിനു വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി യേശു ക്രിസ്തു തുറക്കുവാൻ അവൻ വിശ്വസനാകുന്നു. അതേ വിശ്വസിച്ചാൽ നീ ദൈവത്തിന് മഹത്വം കാണുമെന്ന് ദൈവസഭയെ അതേ മേഖല എഴുതിയിട്ടുള്ള, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അതേ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മാത്രമല്ല, ഇന്നയോളം നാം ഓരോരുത്തർക്ക് വേണ്ടി, ഓരോ വിശ്വാസിക്ക് വേണ്ടി, ഓരോ കുടുംബത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി കർത്താവ് അത്ഭുത വഴിയാണ് തുറന്നത്. ആ കർത്താവ് ഇനിയും വഴികൾ തുറക്കുവാൻ അവൻ വിശ്വസനാകുന്നു. ചേർന്ന് ഒരു കാര്യം ദൈവാത്മാവ് ഓർപ്പിച്ചത്, മോശ ഹല്ലേലൂയ അത് ദൈവജനം യുദ്ധം ചെയ്യുമ്പോൾ, അത് അമാലേക്കരായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ മോശ മലമേൽ കയറി മോശ തന്നെ രണ്ട് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുകയായിരുന്നു. താൻ കൈകൾ ഉയർത്തുമ്പോൾ അത് ദൈവജനത്തിന് ജയമാണ്. എന്നാൽ പ്രാർത്ഥന ഉയർന്നാൽ മാത്രമേ ജയമുള്ളൂ. സ്തോത്രം. പ്രാർത്ഥന ഉയർന്നാൽ മാത്രമേ ജയമുള്ളൂ. എന്നാൽ സ്തോത്രം, വചനം പഠിച്ചു വരുമ്പോൾ അവിടെ എഴുതിയില്ല, പക്ഷെ പഠിച്ചു വരുമ്പോൾ മോശയ്ക്ക് പ്രായമായി. സ്തോത്രം. മോശയ്ക്ക് പ്രായമായി. അതുകൊണ്ട് എന്ത് പറ്റി? രണ്ട് കൈകൾ അല്പസമയം കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ചു. ഹല്ലേലൂയ. തൻ്റെ കൈ ഭാരപ്പെട്ടു. അതിനുവേണ്ടി ദൈവം എന്ത് ചെയ്തു? സ്വതം ദൈവം തന്നെ കൈകൾ താങ്ങാൻ വേണ്ടി രണ്ട് വശത്തും അഹരോനെയും ഹൂറിനെയും ദൈവം ഒരുക്കി. മോശ ആവശ്യപ്പെട്ടില്ല, പക്ഷേ മോശയുടെ കരം അതേ ഭാരപ്പെട്ടപ്പോൾ, ക്ഷീണിച്ചപ്പോൾ സർവശക്തനായ ദൈവം, തന്നെ സൃഷ്ടിച്ച ദൈവം ആ വേദന അറിഞ്ഞു. ആ അറിയാൻ മാത്രമല്ല, തനിക്ക് വേണ്ടി രണ്ട് അതേ സ്വതല്ലിയ ശക്തര അല്ലെങ്കിൽ ബലവാന്മാരായ അതേ തൻ്റെ രണ്ടുപേരെ ദൈവം ഒരുക്കി. നാം കർത്താവിന് വേണ്ടി ഇവിടെ ഇരിക്കുന്ന എനിക്ക് വേണം 99% ആൾക്കാർ അല്ലെങ്കിൽ 95% ആൾക്കാർ പ്രായമുള്ളവരാണ്. സ്തോത്രം. മാത്രമല്ല, നിങ്ങളെ പോലെ തന്നെ പ്രായം കുറവാണെങ്കിലും ഞാനും രോഗിയാണ്, ക്ഷീണമാണ്, ശരീരത്തിൽ ക്ഷീണമാണ്. വേണ്ടുവേണം പ്രവർത്തിപ്പാൻ, വേണ്ടുവേണം പ്രാർത്ഥിപ്പാൻ, രാത്രി സമയങ്ങളിൽ പ്രാർത്ഥിപ്പാൻ പറ്റാത്ത അവസ്ഥകളുണ്ടെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ദൈവത്താത്മ ഓർപ്പിക്കുന്ന മോശ പ്രായമായിട്ടും ക്ഷീണമുണ്ടായിട്ടും ഹല്ലേലൂയ താൻ തൻ്റെ കാര്യം ദൈവത്തിന് വേണ്ടി ചെയ്തപ്പോൾ, അല്പമായി ചെയ്തപ്പോൾ, അതേ ആ ക്ഷീണത്തിൽ ദൈവം തനിക്ക് വേണ്ടി ജീവിതങ്ങൾ ഒരുക്കിയതുപോലെ അതേ ദൈവമക്കളെ നാം ഹല്ലേലൂയ സമയങ്ങൾ മാറ്റി തിരിച്ച് അതേ ഇവിടെ സഹോദരൻ ഓർപ്പിച്ചല്ലോ, അതേ രാത്രി സമയം നാം പ്രാർത്ഥിച്ചാൽ പിറ്റേ ദിവസം അതേ പ്രഭാത കാര്യങ്ങൾ എങ്ങനെ ചെയ്യും? ഞാൻ ക്ഷീണിച്ചു പോകുമോ? ഞാൻ തളർന്നു പോകുമോ? അല്ല. വിശ്വസിക്കണം. അതേ സർവശക്തനായ ദൈവം അവനെ സന്നിധി എൻ്റെ പിതാവിൻ്റെ അടുക്കൽ ഞാൻ ഇരുന്ന് രാത്രി പ്രാർത്ഥിച്ചുവെങ്കിൽ 1 മണിക്കൂറെങ്കിലും പത്രോസ് അതുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നത്, പത്രോസേ ഹല്ലേലൂയ നിനക്ക് ഒരു നാഴികയെങ്കിലും എന്നോട് കൂടെ നിനക്ക് ഇരിക്കാൻ സാധിച്ചില്ലല്ലോ. അതേ നാം ഇരുന്നാൽ പിറ്റേ ദിവസം അതേ നമ്മുടെ ജോലിക്കാരൻ ചെയ്യുവാൻ ആവശ്യമുള്ള ആരോഗ്യം ബലം കർത്താവ് നമുക്ക് തരും. സ്തോത്രം. പാസ്റ്റർ പറഞ്ഞത് ചേർന്ന ഒരു കാര്യം കൂടി പറയട്ടെ. സ്തോത്രം. അതേ ഹല്ലേലൂയ മാനുഷ്യമായ ഡോക്ടർമാരിന് ആശ്രയമല്ല സർവശക്തനായ. കാരണം അവരിൽ ആശ്രയിച്ചാലേ, ഡോക്ടറെ കണ്ടാൽ മരുന്ന് കഴിച്ചാലേ വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കേണ്ടി വരും. സ്തോത്രം. പണം ചെലവുണ്ട്, പിന്നെ ഈ പറഞ്ഞ വീണ്ടും പ്രാർത്ഥന. അപ്പോൾ അത് ഒഴിവാക്കി, ഡോക്ടറെ ഒഴിവാക്കി, മരുന്ന് ഒഴിവാക്കുമ്പോൾ മറുവശത്ത് കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ കർത്താവ് നമ്മളെ ബലപ്പെടുത്തും. മരുന്ന് കഴിക്കേണ്ട, ഡോക്ടറെ കാണണം എന്നല്ലാതെ നമ്മൾ ഓരോരുത്തരെയും വ്യക്തിപരമായ അതേ താല്പര്യം. പക്ഷേ എങ്കിലും നമ്മുടെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്നത്, നമ്മുടെ വിശ്വാസത്തെ വെളിപ്പെടുത്തുന്നത് അത് ദൈവസന്നിധിയിൽ ചില തീരുമാനം എടുക്കുമ്പോഴാണ്. അതുമേ കർത്താവ് പ്രവർത്തിക്കും. വിശ്വാസമില്ലാത്ത അതേ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകുന്ന യാക്കോബിനെ നമ്മൾ വായിക്കുന്നു. സ്തോത്രം. അല്ലെങ്കിൽ ഒരു കാര്യം കൂടി പറഞ്ഞാണ് ഇരിപ്പാൻ ആഗ്രഹിക്കുന്നത്. വളരെ സന്തോഷം, അതിലും വലിയ സന്തോഷം തോന്നിയത് ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇറങ്ങിയ ഏറ്റവും അവസാനം അതേ പറഞ്ഞു തീർത്ത ഒരു കാര്യമായിരുന്നു സുവിശേഷ വേല. ദേശം നമുക്ക് വേണ്ടി, അത് ദൈവസഭ, അത് പുന്നക്കാട് ദൈവസഭയെ ഹല്ലേലൂയ കർത്താവ് ഏൽപ്പിച്ച ഒരു ദേശമാണ് പുന്നക്കാട്. എങ്കിൽ നാം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണം. നാം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി അതേ വൻ കാര്യങ്ങൾ ചെയ്യും. അതുപോലെ ചില മാസങ്ങൾക്ക് ശേഷം വന്നപ്പോൾ അതിന് നല്ലൊരു സാക്ഷ്യം കേൾപ്പാൻ കർത്താവ് സഹായിച്ചോ. ദേവദാസൻ ഓർപ്പിച്ചോലെ ഈ ദേശത്ത് പ്രവർത്തിപ്പാനും അത് ആലപ്പുഴയിൽ പോയി കർത്താവിന് സുവിശേഷം അറിയിപ്പാനും കണ്ണാൽ ചില കാര്യങ്ങൾ കാണുവാൻ, ചില കാര്യങ്ങൾ അനുഭവിപ്പാൻ കർത്താവ് സഹായിച്ചത്. അതുകൊണ്ട് അത് ആലപ്പുഴയിൽ പ്രവർത്തിച്ച ദൈവം തന്നെ ഇവിടെയും പ്രവർത്തിക്കട്ടെ. ഞങ്ങൾ പ്രവർത്തിച്ച് അല്പനാളത്തെ പരിചയം കൊണ്ടും താൻ പ്രസ്താവിച്ചുള്ള ഇവിടെ ആൾക്കാർക്ക് പലർക്കും താല്പര്യമില്ല. എല്ലാവർക്കും പ്രാർത്ഥന വേണം, വിടുതൽ വേണം, സൗഖ്യം വേണം. പക്ഷേ യേശു പിൻപറ്റുവാൻ ആൾക്കാർക്ക് താല്പര്യം. എന്നാൽ അതേ പ്രമാണം അനുസരിപ്പാൻ താല്പര്യം ഇല്ലാത്ത ഒരു ജനം. സ്തോത്രം. കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്ന നാം അതേ ഈ പ്രമാണം അനുസരിച്ച് ഇതാണ് പ്രമാണിക്കേണ്ടത്. അത് ക്രിസ്മസ് നമുക്ക് ഇല്ല, ഓണം നമുക്ക് ഇല്ല, അത് വ്യക്തമായി പറയുകയും അതേ സ്വതം അല്ല അവരെ ഭയപ്പെട്ടോ അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി അയ്യോ ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന രീതിയല്ല, വ്യക്തമായി തന്നെ അതേ അന്യ ദേവന്മാരെ സേവിക്കുന്ന ഒരു കാര്യമാകുന്നു. അത് ഞങ്ങളുടെ ദൈവമോ അവൻ
വിശ്വസൻ, അവൻ ഏകനാകുന്നു. അല്ലെങ്കിൽ അവൻ്റെ സ്ഥലം ഞങ്ങൾ മുട്ട് കുത്തുന്നുകൊണ്ട് അവനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. വേറെ ഉത്സവമില്ല. സ്തോത്രം. ദേവദാസൻ പറഞ്ഞ പോലെ ഹല്ലേലൂയ, എല്ലാ ദിവസവും ഒരു ദൈവമകന് ഉത്സവമാകുന്നു. ഒരു ദൈവത്തിൻ്റെ കുടുംബത്തിൽ, ദൈവത്തെ സേവിക്കുന്ന കുടുംബത്തിൽ എന്നും ഉത്സവമാണെങ്കിൽ നമുക്ക് പ്രത്യേകമായ ഒരു ഉത്സവം ഇല്ല. സ്തോത്രം. കഴിക്കേണ്ടതൊക്കെ അതിന് മുമ്പെയോ ശേഷം നമുക്ക് കഴിക്കാം. സ്തോത്രം. എങ്കിൽ ഹല്ലേലൂയ, കർത്താവിന്റെ ആത്മാവ് ഈ ദിവസങ്ങൾ അതേ ദൈവസഭയെ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഈ ദേശത്തെ പൂർണ്ണമായി നേടിയെടുപ്പാൻ ദൈവാത്മാവ് നമുക്ക് നൽകുന്ന എല്ലാ കൃപയ്ക്കും ഒത്തവണ്ണം അത് അധ്വാനിപ്പാൻ, പ്രാർത്ഥിപ്പാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കണം. നിങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ ദിവസങ്ങളും ഞങ്ങൾക്ക് ഉണ്ടായത് അതെല്ലാം മറന്നുപോയെങ്കിലും കുഴപ്പമില്ല. അന്ന് വന്ന ഒരിക്കൽ അത് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചത് ഇന്ന് വരെ അത് അനുഗ്രഹത്തോടെ ആയിരിക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അതായത് ദൈവസഭ ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. സമയം നൽകിയ ദേവദാസൻ നന്ദി അറിയിക്കുന്നു. ഇനിമേലും സഹായിച്ചു. ബലപ്പെടുത്തി ശക്തീകരിച്ചു. എല്ലാം ദൈവത്തിന്റെ കൂടെയും ദാനവുമാണ്. കാലം ദൈവമായി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. 1-2 വാക്യങ്ങൾ. നീതിമാൻ നശിക്കുന്നു, ആരും അത് ഗണ്യമാക്കുന്നില്ല. ഭക്തന്മാരും കഴിഞ്ഞു പോകുന്നു. നീതിമാൻ അനർത്ഥത്തിന് മുമ്പേ കഴിഞ്ഞു പോകുന്നത് ആരും ലഭിക്കുന്നില്ല. അവൻ സമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നു. നേരായി നടക്കുന്നവരൊക്കെ താന്താന്റെ കിടക്കയിൽ വിശ്രാമം പ്രാപിക്കുന്നു. കൂടാതെ കഴിഞ്ഞ കോവിഡിന്റെ സമയങ്ങളിലൊക്കെ വായിച്ചൊരു വചനം പലപ്പോഴും പണ്ട് വായിച്ചിട്ടുണ്ടാവും. എന്നാൽ ആ കോവിഡിന്റെ സമയത്ത് ഈ വചനം വായിച്ചിട്ട് വല്ലാതെ സ്പർശിച്ച വാക്യമാണ്. കഴിഞ്ഞ രാത്രികാലം പ്രാർത്ഥനയിൽ വായിക്കുന്ന അധ്യായമായിരുന്നു. അത് ദൈവത്തിലാത്മാവ് പിന്നെയും അതിനെ സ്പർശിച്ചുകൊണ്ട് മാത്രമാണ് പകൽക്കാലം അത് വായിച്ചത്. അതായത് നമ്മൾ പലപ്പോഴും അത് ചോദിച്ചൊരു ചോദ്യമാണ്. അനേക വിശ്വസന്മാർ, ഭക്തന്മാർ, നീതിമാന്മാരൊക്കെ അല്ലെങ്കിൽ കടന്നുപോയൊരവസ്ഥയാണ്. എന്നാൽ അവിടെ വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയാണ്. നീതിമാൻ അനർത്ഥത്തിന് മുമ്പേ കഴിഞ്ഞു പോകുന്നു. അത് അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന വലിയൊരു അനർത്ഥത്തിന് മുമ്പേ തന്നെ ദൈവം അവരെ അവിടുന്ന് ഒഴിച്ചു മാറ്റുവാണ്. അവരുടെ കിടക്കയിൽ വിശ്രാമം പ്രാപിക്കുന്ന സന്തോഷത്തോടെ സമാധാനത്തോടെ അവരായിരിക്കുന്ന അവസ്ഥയിലാണ് ദൈവം അവരെ കൊണ്ടുപോയത്. ഞാൻ അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിപ്പാനിടയായി. നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും കടന്നുപോയത്. എന്നാൽ അതിന്റെ ആ സമാധാനത്തോടെയാണ് അവർ കടന്നുപോയത്. കാരണം അതിനേക്കാൾ വലിയൊരു അനർത്ഥം അവരുടെ മുമ്പിൽ കടന്നു വരുവാനുണ്ടായിരുന്നു. ഒരുപക്ഷെ അത് ഭക്തിയല്ല, അവരൊരു ദൈവത്തോടുള്ള അടുപ്പത്തിലുള്ള സമയത്തായിരിക്കത്തില്ല. എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് സമാധാനത്തോടെ ആ വിശ്രാമം പ്രാപിക്കാൻ അനേകരെ സ്വർഗ്ഗം ഇടയാക്കി. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ഓരോ അവസ്ഥകളിലാണ് അറിയുന്നില്ല, മുന്നിൽ കടന്നു വരുന്ന അവസ്ഥകൾ എന്തെന്ന് അറിയുന്നില്ല. എന്നാൽ നമ്മളെ നന്നായി അറിയുന്ന ദൈവം, നമ്മളെ നന്നായി നടത്തുവാൻ കഴിവുള്ള ദൈവം, അതെ ആ വീര്യഭുജമുള്ളവൻ, നമ്മളെ കൈപിടിച്ച് നടത്തുവാൻ കഴിവുള്ള ദൈവം ഇന്നും കൂടെ ഇരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. ആ ദൈവകരങ്ങളിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവസഭയിൽ വിശ്വസ്തയോടെ ഭക്തിയോടെ നേരോടെ നിൽപ്പാൻ ദൈവകൃപ ചോദിച്ചുകൊണ്ട് ദൈവസഭയുടെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ദൈവസഭ പാടി.